ജനങ്ങളുടെ ഒരു പ്രതിസന്ധി, അതായത് മത്സ്യം കഴിക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെയാണ് എല്ലാവരിലും ഉയരുന്നത്. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷപദാർത്ഥമായ PAH എന്നതാണ് ഈ കപ്പലിൽ അടങ്ങിയിട്ടുള്ള ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു. ഈ മറൈൻ ഗ്യാസ് ഓയിലിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ആശങ്കയാണ് ഈ പറഞ്ഞത്. മറൈൻ ഗ്യാസ് ഓയിൽ പുരണ്ട മീൻ കഴിച്ചാൽ PAH നമ്മുടെ ഉള്ളിലെത്തും എന്നുള്ളതാണ് പ്രശ്നം. ക്യാൻസർ അല്ലെങ്കിൽ അർബുദം പരത്താൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് ഈ PAH. അപകടകരമായ അളവിൽ എങ്കിൽ പോലും അതെ, മീനിന്റെ പെട്രോളിന്റെ ഒരു ചുവയുണ്ടാകാനുള്ള സാധ്യതകൾ കൂടി വിദഗ്ധർ മുൻകൂട്ടി കാണും. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. വലിയ മീനുകളിൽ വിഷമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നും പറയുന്നു. പക്ഷേ ഈ ഷെൽ മീനുകൾ, അത്തരം ചെറിയ മീനുകളിലൊക്കെ ഇതിന്റെ അംശം കൂടുതലായി അടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ വലിയ മീനുകൾക്ക് എണ്ണയുടെ അംശം ഒഴിവാക്കി നീന്താനുള്ള കഴിവുമുണ്ട്. PAHന്റെ ചെറിയ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കും എന്നതുകൊണ്ടാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ കരുതാൻ കാരണം. അല്ലെ, ചെമ്മീൻ അടക്കമുള്ള വേഗത്തിൽ വിഷലിപ്തമാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ മീനുകളാണെങ്കിലും നന്നായി വേവിച്ചൊക്കെ കഴിച്ചാൽ അപകടരഹിതമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കലർന്ന എണ്ണയുടെ അളവിനനുസരിച്ചുള്ള വിഷാംശം ഇല്ലാതാകാനുള്ള കാലയളവ്, അത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ അനുസരിച്ച് എത്ര സമയം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാലയളവിൽ മാത്രമേ ഈ ഭീഷണി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു.